അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ടെക്സ്റ്റൊക്കെ അങ്ങനെ തുള്ളിച്ചാടി വരുന്ന പോലത്തെ ഒരു ആനിമേഷനാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്, എന്നാൽ കാണുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു രസമുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതൽ പറയാതെ നമ്മുടെ പണി തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് Ctrl+N പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ സൈസ് ഒന്ന് മാറ്റി കൊടുക്കണം. നമുക്ക് ഈ വിഡ്ത്ത് ഇവിടെ 19-20 മാറ്റിയിട്ട് ഒരു 500 കൊടുക്കാം. ഇനി ഹൈറ്റ് നമുക്കൊരു 600 കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 30 FPS ഇത് ചെയ്യുന്നത്. പിന്നെ ഈ കോമ്പോസിഷൻ്റെ ഡ്യൂറേഷൻ 5 സെക്കൻഡാണ്. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാല്ല, നമുക്ക് ഓക്കെ കൊടുക്കാം. നമ്മുടെ കോമ്പോസിഷൻ അപ്പോൾ ഈ ഒരു സൈസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് Ctrl+T പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ M ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കറക്റ്റായിട്ട് ഇവിടെ താഴെ പ്ലേസ് ചെയ്യണം. അപ്പോൾ താഴെ ഈ ബോർഡറിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലൈനിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ മതി. കറക്റ്റായിട്ട് അത് ആ ബോർഡറിൽ വന്നിരുന്നോളും. ഓക്കെ, ഇനി നമുക്കിതിനെ സെൻറ്ററിലേക്ക് ആക്കണം. ഓക്കെ ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ച് കൂട്ടാം കേട്ടോ. ഇവിടെ ഒരു നമുക്ക് 300 കൊടുക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന് ഒരു ചെറിയൊരു എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ലെയർ സ്റ്റൈലിലേക്ക് വരിക. എന്നിട്ട് ബെവൽ ആൻഡ് എംബോസ് കൊടുക്കുക. എന്നിട്ട് ഈ ബെവൽ ആൻഡ് എംബോസിൻ്റെ ഓപ്ഷനിലേക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ സെറ്റിങ്സിൽ കുറച്ച് മാറ്റം വരുത്താണ്ട്. ആദ്യം തന്നെ ഈ സൈസ് നമുക്ക് ഒരു 50 ഒക്കെ ആയിട്ട് കൊടുക്കാം. പിന്നെ ഈ സോഫ്റ്റ് എന്നുള്ളത് ഒരു 15 കൊടുക്കാം. ഇനി ഇവിടെ 2 കളർ കണ്ടില്ലേ, ഈ ഹൈലൈറ്റ് കളറും ഷാഡോ കളറും. അതിൽ ഈ ഹൈലൈറ്റ് കളർ ഇങ്ങനെ വൈറ്റ് ആയിട്ട് കിടന്നോട്ടെ. ഈ ഷാഡോ കളർ നമുക്ക് റെഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ദാ ഇതിലെ സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യണം. അതിനായിട്ട് ലെയർ സ്റ്റൈലിലേക്ക് വീണ്ടും വരിക. എന്നിട്ട് ഇന്നർ ഷാഡോ കൊടുക്കുക. ഇനി ആ ഇന്നർ ഷാഡോ ഓപ്ഷനിലേക്ക് വന്നിട്ട് ഇവിടെയും കുറച്ച് സെറ്റിങ്സ് മാറ്റാണ്ട്. നമുക്ക് ഈ കളർ ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് കൊടുക്കുക. പിന്നെ ഇവിടെ ഈ മൾട്ടിപ്ലൈ മാറ്റിയിട്ട് നമുക്ക് നോർമൽ ഇടാം. ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്നുള്ളതൊരു 15 കയറ്റി കൊടുക്കാം. ഇനി ഇവിടെ താഴെ സൈസ് കണ്ടില്ലേ, സൈസ് നമുക്കൊരു 50 കൊടുക്കാം. 50 വേണ്ടല്ലേ, ഒരു 35 ഒക്കെ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിനെ ആനിമേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സ്കെയിലിലാണ് ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കെയിലിൻ്റെ ഓപ്ഷൻ വരും. എന്നിട്ട് ഇവിടെ നമുക്കൊന്ന് അൺലിങ്ക് ചെയ്ത് കൊടുക്കണം. അതായത് എക്സും വൈയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അതങ്ങോട്ട് ഓഫ് ചെയ്യുക. ഇപ്പോൾ നമുക്കത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, മുമ്പാണെങ്കിൽ നമുക്കിത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് ഇതുപോലെ സ്കെയിലാവും. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിന് കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഈ ക്ലോക്കിൻ്റെ സിമ്പലിൽ നിന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ 100 എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 50 ആയിട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഫ്രെയിം ഇങ്ങോട്ട് മുമ്പിലേക്ക് വരിക. ഞാനിപ്പോൾ ഒരു 6 ഫ്രെയിം ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 50 മാറ്റിയിട്ട് 100 കൊടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് 0 മാറ്റിയിട്ട് ഒരു 110 കൊടുക്കാം. നമുക്ക് ഈ കീ ഫ്രെയിമിന് 2 ഫ്രെയിമും കൂടെ ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. അതായത് ഇപ്പോൾ ഒരു 8ാമത്തെ ഫ്രെയിമിലാണ് ഇപ്പോൾ ഈ കീ ഫ്രെയിം കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു 5-6 ഫ്രെയിം മുമ്പിലോട്ട് വരണം. അതായത് ഇപ്പോൾ ഞാനൊരു 6 ഫ്രെയിം മുമ്പിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ 14ാമത്തെ ഫ്രെയിമിലേക്ക് എത്തും. എന്നിട്ട് നമുക്ക് ഈ 110 എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 90 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒരു 6 ഫ്രെയിം മുമ്പിലേക്ക് വരിക. എന്നിട്ട് ഈ 90 എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 110 കൊടുക്കുക. വീണ്ടും ഒരു 6 ഫ്രെയിം മുമ്പിലേക്ക് വരിക. എന്നിട്ട് 110 മാറ്റിയിട്ട് ഇവിടെ 95 കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും ഒരു 6 ഫ്രെയിം മുമ്പിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ 100 കൊടുക്കുക. ഓക്കെ, ഇനി എല്ലാ കീ ഫ്രെയിമും കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കീ ഫ്രെയിം അസിസ്റ്റൻറ്റിലേക്ക് വന്നിട്ട് ഈസി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഈ എഫക്റ്റ് ആൻഡ് പ്രിസെറ്റിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ വാർപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഈ ഡിസ്റ്റോർട്ടിൻ്റെ താഴെ വാർപ്പ് എന്നിട്ട് കാണാം. അത് നമ്മൾ ടെക്സ്റ്റിനെ ആഡ് ചെയ്യുക. ഇനി ഇവിടെ ഈ വാർപ്പ് സ്റ്റൈൽ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ആർക്കിലാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ബൾജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. പിന്നെ ഇവിടെ താഴെ ഹൊറിസോണ്ടൽ മാറ്റിയിട്ട് വെർട്ടിക്കലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ബെൻഡ് എന്നുള്ള ഓപ്ഷനിൽ കീ ഫ്രെയിം കൊടുക്കണം. അതിനായിട്ട് ഈ ക്ലോക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യു പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ സ്കെയിലിന് കുറച്ച് കീ ഫ്രെയിം കൊടുത്തില്ലേ, അതിൻ്റെ അതേ കീ ഫ്രെയിമുകളിൽ തന്നെയാണ് നമ്മൾ ഇതിനും കീ ഫ്രെയിം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഫ്രെയിമിൽ ഇത് 50 ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ ഈ സ്കെയിലിൻ്റെ അടുത്ത കീ ഫ്രെയിമില്ലേ, അതിലേക്ക് വരിക. നിങ്ങൾക്ക് ഈ കീ ഫ്രെയിം ഇങ്ങനെ ജസ്റ്റ് കറക്റ്റായിട്ട് വരാനായിട്ട് ജെയും കെയും പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കീ ഫ്രെയിമിലേക്ക് പോകും. ജെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പുറകിലേക്കുള്ള കീ ഫ്രെയിമിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത കീ ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വാല്യൂ മാറ്റിയിട്ട് -35 ആയിട്ട് കൊടുക്കാം. ഇനി അടുത്ത കീ ഫ്രെയിമിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ 30 ആയിട്ട് കൊടുക്കുക. ഓക്കെ, വീണ്ടും അടുത്ത ഫ്രെയിമിലേക്ക് വരിക. ഇവിടെ നമുക്കൊരു -15 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ഫ്രെയിമിലേക്ക് വരിക. ഇവിടെ നമുക്കൊരു 10 ആയിട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇത് 0 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഈ കീ ഫ്രെയിമിനെ സെലക്ട് ചെയ്തിട്ട് അതിന് ഈസി അപ്ലൈ ചെയ്യണം.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ എഫക്റ്റ് ഇതാ ഏകദേശം ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ബെൻഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ CC ബെൻഡ് ഇറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് നമ്മുടെ ലെയറിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ബെൻഡ് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഈ ആനിമേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു ഏരിയയിലേക്ക് വരിക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കുറച്ച് ഭാഗം കട്ടായിട്ട് പോയിട്ടുണ്ട്. അതിൽ ഈ മുകളിലത്തെ പോയിന്റ് നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കണം. ഇതിപ്പോൾ താഴെ ഇരിക്കുമ്പോൾ ടെക്സ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ മുകളിൽ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആനിമേഷൻ കംപ്ലീറ്റ് ആവുന്നവരെ എവിടെയും കട്ടായി പോകുന്നില്ല. ഓക്കെ, ഇനി താഴത്തെ പോയിന്റ് കുറച്ച് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബെൻഡിനൊരു ആനിമേഷൻ കൊടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വരിക. എന്നിട്ട് ഈ ബെൻഡിന് ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വീണ്ടും യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കീ ഫ്രെയിം വരും. ഇതിന് നമ്മൾ കീ ഫ്രെയിം കൊടുക്കാൻ പോകുന്നത് ഈ കറക്റ്റ് ഇവിടെ അല്ല കേട്ടോ. അതായത് ഈ സ്കെയിലിലും നമ്മൾ മുന്നേ ബെൻഡിനും കീ ഫ്രെയിം കൊടുത്തില്ലേ, ആ പോയിന്റിലല്ല കീ ഫ്രെയിം കൊടുക്കാൻ പോകുന്നത്. അതിന് രണ്ടിൻ്റെ ഇടയിലായിട്ടാണ്, ഇവിടെ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ഈ ബെൻഡിൻ്റെ വാല്യൂ മാറ്റിയിട്ട് ഒരു 1 ആക്കി കൊടുക്കാം. ഇനി അടുത്ത രണ്ട് കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ നമുക്കൊരു -10 കൊടുക്കണം. ഓക്കെ, വീണ്ടും അടുത്ത രണ്ട് കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഒരു 7 കൊടുക്കാം. ഇനി അടുത്ത കീ ഫ്രെയിമിൽ വന്നിട്ട് ഒരു 4 കൊടുക്കാം. ലാസ്റ്റ് 0 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ കീ ഫ്രെയിമൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിനും നമ്മുടെ ECs അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആനിമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. കണ്ടോ, സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ M എന്നുള്ള ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് മാഡ് പിക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലെറ്റേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പ്രൊജക്റ്റിലേക്ക് വരിക. ഇപ്പോൾ നമ്മുടെ ഈ കോമ്പോസിഷൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇതിനെ റീനെയിം ചെയ്തിട്ട് M എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലെറ്റർ, അതായത് M എന്ന് പറഞ്ഞ ഒരു ലെറ്റർ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ലെറ്റർ കൂടി വേണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കോമ്പോസിഷൻ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് Ctrl+D പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിതിൽ റീനെയിം ചെയ്തിട്ട് A എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി ആ A എന്നുള്ള കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യുക. ഇനി അതിനകത്ത് ഈ M എന്നുള്ള ടെക്സ്റ്റ് മാറ്റിയിട്ട് നമുക്ക് A എന്ന് കൊടുക്കണം. അതിനായിട്ട് ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ A കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ Aക്കും അതുപോലത്തെ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അടുത്ത ലെറ്റർ ടൈപ്പ് ചെയ്യുക. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള വാക്ക് ഏതാണെന്നുണ്ടെങ്കിൽ അത്രയും ലെറ്റർ നമ്മൾ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ ലെറ്റർ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് Ctrl+N പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ വിഡ്ത്തിൻ്റെ സൈസ് മാറിയിട്ട് 19-20 കൊടുക്കുക. അതുപോലെ ഹൈറ്റിൻ്റെ സൈസ് 10-80 കൊടുക്കുക. ടൈമും ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഈ പ്രൊജക്റ്റ് പാനിലേക്ക് വന്നിട്ട് നമ്മുടെ എല്ലാ ലെറ്ററും സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഡിസോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ലെറ്റർ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണ്ടല്ലോ, അതിങ്ങോട്ട് താഴേക്ക് എടുത്തിടുക. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് Ctrl+R പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ നമ്മളെ റൂളറിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ വരും. ആ ലൈൻ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലെറ്ററിനൊക്കെ ഒന്ന് ആ ലൈനിലേക്ക് കൊണ്ടുവയ്ക്കണം. അതിനായിട്ട് എല്ലാ ലെയറും കൊണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങോട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈനിൽ മുട്ടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ എമ്മിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുക. അതുപോലെ A സെലക്ട് ചെയ്യുക, അതും ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ലെറ്ററുകളൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ടെക്സ്റ്റ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിനൊന്ന് പ്രീകോംബ് ചെയ്യണം. അതിനായിട്ട് Ctrl+Shift+C പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ എന്തെങ്കിലും പേര് കൊടുക്കാം. അതിപ്പോൾ ഞാൻ മാഡ് പിക്സ് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ താഴത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോമിൽ ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ കുറച്ച് താഴത്തേക്ക് ഇറക്കി വയ്ക്കുക. ഇനി നമ്മുടെ ഇവിടെ ഈ മാസ്കിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നമുക്കിതിലൊരു മാസ്ക് കൊടുക്കണം. ഓക്കെ, ഇങ്ങനൊരു മാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മാസ്കിൻ്റെ ഓപ്ഷനിലേക്ക് വന്നാൽ ഇവിടെ മാസ്ക് ഫെദർ കാണാം. ആ ഫെദർ അങ്ങോട്ട് നന്നായിട്ട് കൂട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ടൊരു 20 ഒക്കെ കൊടുക്കുക. 20 വേണ്ട, ഒരു 15 കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആനിമേഷൻ ഇതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിനി ഒരു പണിയും കൂടെ ഉണ്ട്. അതിനായിട്ട് നമ്മുടെ ഈ കോമ്പോസിഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഓരോ ലെയർ ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നീക്കി വയ്ക്കണം. ഒരു 2-3 ഫ്രെയിമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ കോമ്പിലേക്ക് തന്നെ വരാം. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഒന്നുകൂടി ഡാർക്കാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കാം.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഈ ഒരു ആനിമേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.